ഇവിടെ ഒരു ഷോക്ക് അടിച്ച് തോട്ടിൻ്റെ അകത്ത് വീണു എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മൾ വന്ന് നമ്മൾ ഈ മെയിൻ സ്വിച്ച് ഓൾഡ് ടൈപ്പ് മെയിൻ സ്വിച്ചാണ് ഇരിക്കുന്നത്. ഒരു പഴയ ഒരു ചെറിയൊരു വീടാണ്. അപ്പം മെയിൻ സ്വിച്ച് നമ്മൾ അഴിച്ച് നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടുത്തെ മെയിൻ സ്വിച്ചിൻ്റെ റോഡെല്ലാം കൂടെ കത്തി, വയറെല്ലാം കൂടെ കത്തി അതിൻ്റെ അകത്ത് ജോയിൻ്റ് ആയിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ താഴ്ഭാഗത്ത് കണ്ടില്ലേ ജോയിൻ്റ് ആയിട്ട്. അപ്പോൾ ഈ ഓൾഡ് ടൈപ്പ് മെയിൻ സ്വിച്ചുകൾ ഇരിക്കുന്നിടത്തെല്ലാം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കെട്ടിൻ്റെ മണ്ട ഇരുന്നപ്പോഴാണ് ഇവിടുത്തെ കൊച്ചാട്ടനെ കറണ്ട് അടിച്ച് നേരെ തോട്ടിൻ്റെ അകത്ത് വീണത്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ആ സമയത്ത് പറഞ്ഞ് നമ്മൾ ഓടി വന്നതാണ് പെട്ടെന്ന് തന്നെ. അതേപോലെയാണ് ഇവിടുത്തെ എർത്ത് കമ്പിയാണ്ട് ഈ സൈഡിൽ കൂടെ തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതേപോലെ ഇവിടെ ചവിട്ടാൻ നേരത്തും അങ്ങനെ ഷോക്ക് കേൾക്കുന്നു, കാല് നല്ലോണം പെരുക്കുന്നു, എടുത്തെറിയുന്നു എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ നമ്മൾ 2 ദിവസം തിരക്കിലായതുകൊണ്ട് ഇവിടെ ഓഫ് ചെയ്തിട്ട് മാറി ഇന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതാണ്ട് നമ്മളിതെല്ലാം അഴിച്ച് നമ്മൾ നോക്കിയപ്പോൾ ഇവിടുത്തെ കേബിളുകളെല്ലാം ദാണ്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന കേബിളിൻ്റെ സ്ലീവെല്ലാം പോയി കിടക്കുകയാണ്. അതേപോലെ ദാണ്ട് ഈ കാണുന്ന ഔട്ടിലോട്ട് പോകുന്ന കേബിളുകളും ഇതേപോലെ സ്ലീവ് പോയിട്ട് ഇങ്ങനെ കറണ്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് നമുക്ക് മെയിൻ സ്വിച്ചിൻ്റെ റോഡ് വഴി പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെയും അങ്ങനെ ഒരു സംഭവം വന്നു. നല്ല ഇരട്ടി കറണ്ട് ബില്ലുമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളതെല്ലാം ഊരിക്കളഞ്ഞ് പുതിയ കേബിളിട്ട് പുതിയ ഒരു എൻക്ലോഷറും വെച്ച് അതിൻ്റെ അകത്ത് ഒരു ഐസൊലേറ്ററും വെച്ച് 2 16 ആമ്പിയറിൻ്റെ ഫ്യൂസും കൊടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ ലോഡോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയൊരു വീടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ മഴ സീസണും കൂടെയാണ്. ഓൾഡ് ടൈപ്പ് മെയിൻ സ്വിച്ചുകൾ ഇരിക്കുന്നിടത്തും അതേപോലെ പഴയ വയറിങ്ങിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ വലിയൊരു അപകടം നിങ്ങളെ